ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ DB MD ആൻഡ് CEO ഓഫ് ഷെയർവെൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് സ്ലൈറ്റ്ലി ബെറ്റർ ഓപ്പണിംഗ് ആണ്. നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത് വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അറൗണ്ട് 60 പോയിൻറ്റ്സ് ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ ഏഷ്യൻ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി വീക്കാണ്. പക്ഷേ ഇന്നലെ ജപ്പാൻ, അതുപോലെ തന്നെ ചൈന, സൗദി അറേബ്യ, ഇസ്രായേൽ മാർക്കറ്റുകളൊക്കെ ഇന്നലെ ഓപ്പൺ ആയിരുന്നു. ഈ മാർക്കറ്റുകളൊക്കെ ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത് ബെറ്റർ ആയിരുന്നു. ഇന്ന് ഒരു ടെമ്പോ കാണുന്നില്ല, സ്ലൈറ്റ്ലി നെഗറ്റീവാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി ബെറ്റർ ഓപ്പണിംഗ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. വെള്ളിയാഴ്ച ഡൗ ജോൺസ് ഇൻഡെക്സ്, അതുപോലെ തന്നെ S&P 500, നാസ്ഡാക്ക് ഒക്കെ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ക്ലോസിംഗ് ആയിരുന്നു. ഒപ്പം അമേരിക്കയിൽ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ റിലേറ്റഡ് ഡാറ്റ വന്നിരുന്നു. പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഇൻഡെക്സ് ഡാറ്റ 2.6% വന്നിരുന്നത്. എക്സ്പെക്ട് ചെയ്തേക്കാളും താഴെയായിരുന്നു. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അമേരിക്കൻ ഗവൺമെൻറ് വിചാരിച്ച പോലെ തന്നെ ഇൻഫ്ലേഷൻ റേറ്റ് 2% താഴ്ത്താൻ സാധിക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ മാർക്കറ്റിൽ പൊതുവെ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻ്റാണ്. ധാരാളം ഇൻഫ്ലോസ് ആണ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് അമേരിക്കൻ മാർക്കറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൊതുവെ ഇത് ഗ്ലോബൽ മാർക്കറ്റുകൾക്കും ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകുന്നുള്ള എക്സ്പെക്റ്റേഷനാണ്. അമേരിക്കയിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും എമർജിംഗ് മാർക്കറ്റുകൾക്കും ഗോൾഡിനൊക്കെയാണ് അത് പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്നത്. വെള്ളിയാഴ്ച യൂറോപ്പ് മിക്സഡ് ക്ലോസിംഗ് ആയിരുന്നു, ഏഷ്യൻ മിക്സഡ് ക്ലോസിംഗ് ആയിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യ ബെറ്റർ ആയിട്ടാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരുന്നത്. ഗോൾഡ് ബെറ്റർ ആയിട്ടാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തത്. ഫെബ്രുവരി ഫ്യൂച്ചേഴ്സ് $264.5 പെർ ഔൺസിനാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരുന്നത്. പക്ഷേ ഇന്ന് മോർണിംഗിൽ ബെറ്റർ ആയിട്ടാണ് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്. $275.5 പെർ ഔൺസിനാണ് ട്രേഡ് ചെയ്യുന്നത്. സ്പോട്ട് ഗോൾഡും ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ന് മോർണിംഗിലും ആ ലെവലിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. $78.82 പെർ ബാരലിനാണ് ട്രേഡ് ചെയ്യുന്നത്. മെറ്റൽ ഫ്യൂച്ചേഴ്സ് എല്ലാം തന്നെ വെള്ളിയാഴ്ച ബെറ്റർ ആയിരുന്നു. ഇന്ന് മോർണിംഗിലും ബെറ്റർ ആയിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഇൻഫോസിസിന് ഒരു ഓർഡർ നഷ്ടമായിട്ടുണ്ട്. $1.5 ബില്യൺ ഒരു ഓർഡറാണ്. 15 വർഷത്തേക്കുള്ള ആർട്ടിഫിഷ്യൽ റിലേറ്റഡ് വർക്കുകൾക്കുള്ള ഓർഡർ ആയിരുന്നു. സ്ലൈറ്റ് നെഗറ്റീവാണ് ഇൻഫോസിനെ സംബന്ധിച്ച്. പക്ഷേ കാര്യമായിട്ട് രീതിയിലുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും സ്റ്റോക്ക് പ്രൈസിൽ കാണാനായിട്ട് പോകുന്നില്ല. ആൾക്കാർഗോ ലോജിസ്റ്റിക്സിൻ്റെ മെർജർ, ആൾക്കാർഗോ ഗാന്ധി ലിമിറ്റഡായിട്ടുള്ള മെർജർ ആൾക്കാർഗോ ലോജിസ്റ്റിക്സിന് പോസിറ്റീവാണ്. ഇപ്പോൾ 3:1 ബോണസ് ഇഷ്യൂ ഉണ്ട് ആൾക്കാർഗോ ലോജിസ്റ്റിക്സിന്. അതിനുശേഷം വീണ്ടും 1:1 ഡീമർജറും കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇൻ്റർനാഷണൽ ബിസിനസ്സും ഡൊമസ്റ്റിക് ബിസിനസ്സും സെപ്പറേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആൾക്കാർക്ക് ലോജിസ്റ്റിക്സ് ഹോൾഡ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് വീണ്ടും അത് ഹോൾഡ് ചെയ്യുന്നത് നന്നായിരിക്കും. LICയുടെ പബ്ലിക് ഷെയർ ഹോൾഡിംഗ് നോംസ് മീറ്റ് ചെയ്യാനായിട്ട് 2032 മെയ് വരെ ഗവൺമെൻറ് സമയം കൊടുത്തിട്ടുണ്ട്. സ്ലൈറ്റ്ലി പോസിറ്റീവാണ്. ഫ്ലോട്ടിംഗ് സ്റ്റോക്കൊന്നും LICയിൽ വരാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇഷ്യൂ പ്രൈസായ $949 പെർ ഷെയർ അടുത്ത മാസങ്ങളിലൊക്കെ LIC ക്രോസ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ December 15 വെച്ചുള്ള കണക്ക് നോക്കുകയാണെങ്കിൽ റെക്കോർഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഇന്ത്യയിൽ വന്നിരിക്കുന്നത്. പക്ഷേ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ പെർസെൻറ്റേജ് വെച്ച് നോക്കുകയാണെങ്കിൽ 2021 കമ്പയർ ചെയ്യുമ്പോൾ അറൗണ്ട് 12% ഇടിവുണ്ട്. 17.6% ടോട്ടൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്നത്. 2021 നവംബറിൽ അത് 29% അപ്പോൾ തീർച്ചയായിട്ടും ഇലക്ഷൻ റിസൾട്ടൊക്കെ ഫേവറബിൾ ആവുകയാണെങ്കിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻഫ്ലോ കൂടാം. അത് മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് നൽകാൻ പോകുന്നത്. RK ഫോർജിങ്സ് ഒരു ഓട്ടോ പാർട്സ് കമ്പനിയും കൂടി IBC മെക്കാനിസത്തിൽ കൂടെ ടേക്ക് ഓവർ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അഡാനി പവറും ഒരു പവർ ജനറേറ്റിംഗ് കമ്പനീനെ ടേക്ക് ഓവർ ചെയ്യുന്നുണ്ട്. തൂത്തുക്കുടിയിലുള്ള കമ്പനിയാണ്. അതും അഡാനി പവറിന് പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് നൽകും. ഗിഫ്റ്റ് സ്വിഫ്റ്റിയിൽ ലിക്കർ പെർമിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഗുജറാത്തിലത്തെ ഗിഫ്റ്റ് സിറ്റി ധാരാളം ഫോറിനേഴ്സൊക്കെ വന്ന് ഗിഫ്റ്റ് നിഫ്റ്റി പോലുള്ള ഇൻസ്ട്രുമെൻ്റ് ട്രേഡ് ചെയ്യാനുള്ള ഓഫീസുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ധാരാളം ഓവർസീസ് ഓഫീസുകളും വരുന്നുണ്ട്. അവിടെ ലിക്കർ പെർമിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇന്ത്യയിലുള്ള ലിക്കർ കമ്പനികളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. യുണൈറ്റഡ് സ്പിരിറ്റ്സ്, റാഡിക്കോ, കെയ്ത്താൻ ഇത്തരത്തിലുള്ള കമ്പനികളെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവാണ്. ഭാരത് എർത്ത് മൂവേഴ്സ് വലിയ രീതിയിലുള്ള ന്യൂസ് ലോസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. വന്ദേ ഭാരത് സ്ലീപ്പർ കോച്ചുകളെല്ലാം തന്നെ ഭാരത് എർത്ത് മൂവേഴ്സാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്.
അതുപോലെ തന്നെ ക്രിസിലിൻ്റെ റിസർച്ച് റിപ്പോർട്ട് പറയുന്നത് റിന്യൂവബിൾ എനർജി രംഗത്ത് വലിയ കുതിച്ചു ചാട്ടമാണ് ഇന്ത്യ നടത്താൻ പോകുന്നതാണ്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവാണ് പവർ സെക്ടറിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഗ്രീൻ എനർജി രംഗത്തുള്ള കമ്പനികളെ സംബന്ധിച്ചൊക്കെ ഇത് വളരെയധികം പോസിറ്റീവ് ന്യൂസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഗവൺമെൻറ് ടെലികോം ബില്ല് 2023 പാർലമെൻറ്റിൽ പാസ്സാക്കി കഴിഞ്ഞു. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ്. കാരണം ഇതിൽ മേജറായിട്ടുള്ളൊരു ഡിസിഷൻ എന്ന് പറയുന്നത് നോൺ ഓപ്ഷൻ റൂട്ടിൽ കൂടെ സാറ്റലൈറ്റ് സ്പെക്ട്രം കൊടുക്കാനുള്ള തീരുമാനം എടുക്കാനുള്ള പവർ ഉണ്ട്. തീർച്ചയായിട്ടും ഇത് നെൽക്കോ അതുപോലെ തന്നെ ഭാരതി എയർടെൽ പോലുള്ള കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് നൽകാൻ പോകുന്നത്. അഡാനി ഗ്രീന് 8.4 ഗിഗാവാട്ടാണ് ഇപ്പോൾ ടോട്ടൽ കപ്പാസിറ്റി. 2020 സൈൻ ചെയ്തിട്ടുള്ള എല്ലാ കമ്മിറ്റ്മെൻറ്റുകളും അഡാനി ഗ്രീൻ ഫുൾഫിൽ ചെയ്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും അഡാനി ഗ്രീനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അതോടൊപ്പം തന്നെ ടാറ്റ സ്റ്റീൽ ഇപ്പോൾ ലോങ് പ്രോഡക്റ്റിൽ വലിയ കാര്യമായിട്ടുള്ള പ്രസൻസൊന്നും ടാറ്റ സ്റ്റീലിന് വളരെ കുറവ് മാർക്കറ്റ് ഷെയറേ ഉള്ളൂ. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ബൂം വരുമ്പോൾ ഏറ്റവും കൂടുതൽ ലോങ് പ്രൊഡക്ട്സാണ് ആവശ്യം. അതുകൊണ്ട് തന്നെ ടാറ്റ സ്റ്റീല് കപ്പാസിറ്റി കൂടാൻ പോവുകയാണ്. അപ്പോൾ ടാറ്റ സ്റ്റീലിനെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് ന്യൂസാണ്. റെയിൽ ടെല്ല് 67 കോടി രൂപ ഒരു ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. റെയിൽ ടെല്ലിനെ സംബന്ധിച്ചും ഈ ന്യൂസ് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഓവറോൾ നമ്മൾ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള അപ്പ് മൂവ്സ് ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. എന്നിരുന്നാലും ധാരാളം ന്യൂസ് ഫ്ലോസ് ഉണ്ട്. യു പിയിലത്തെ ഒരു മേജർ ന്യൂസ് വരുന്നത് UP ലക്നൌവിൽ ഇന്ത്യയിലത്തെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിറ്റി തുടങ്ങുന്നുള്ളൊരു ന്യൂസാണ്. ഇന്ത്യയിലെ IT റിലേറ്റഡ് കമ്പനികളെ സംബന്ധിച്ചൊക്കെ ഇത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ്. അനുപം രസായൻ 507 കോടി രൂപ ഒരു ഓർഡർ ജാപ്പനീസ് കമ്പനിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. 9 ഇയറിനുള്ള ഓർഡറാണ്, പോസിറ്റീവാണ്. അതുപോലെ തന്നെ ഇൻഡോ വിൻഡിനും റിപ്പീറ്റ് ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ട്. റിന്യൂവബിൾ എനർജിക്കുള്ളത് അതും പോസിറ്റീവാണ്. ടാറ്റ കൺസ്യൂമർ വലിയ രീതിയിലുള്ള ബൈയിങ് ആണ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് നടത്തുന്നതെന്നൊരു റിപ്പോർട്ട് വരുന്നുണ്ട്. തീർച്ചയായിട്ടും കുറേ കാലമായിട്ട് ടാറ്റ കൺസ്യൂമർ ഒരു കൺസോൾട്ടേഷൻ മോഡിലാണ്. ഒരു ബ്രേക്ക് ഔട്ട് കാണാനുള്ള സാധ്യതകളുണ്ട്. BSE SMEയിൽ നിന്നൊരു ലിസ്റ്റിംഗ് ഉണ്ട്. സഹാറ മാരിടൈം ആണ്, 81 രൂപയാണ് ഇതിൻ്റെ ഇഷ്യൂ പ്രൈസ്. BSE SME സെഗ്മെൻറ്റിലാണ് ഇത് ലിസ്റ്റ് ചെയ്യുന്നത്. UPL റൈറ്റ്സ് ഇഷ്യൂ പ്ലാൻ ചെയ്യുകയാണ്. 4200 കോടി രൂപ സ്വരൂപിക്കാനുള്ള ഒരു പ്ലാനാണ് UPLനെ സംബന്ധിച്ച്. RBL ബാങ്കിൽ RBI ഡെപ്യൂട്ട് ചെയ്തിരുന്ന ഡയറക്ടറെ വിഡ്രോ ചെയ്തിരിക്കുകയാണ്. RBL ബാങ്കിൻ്റെ ഫൈനാൻസ് വളരെ സ്ട്രോങ് ആണ്. 2 വർഷമായിട്ട് ഒരു പ്രശ്നങ്ങളും RBL ബാങ്കിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് വരുന്നത്. RBL ബാങ്കിനെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്. ഇനി നമ്മൾ NSE SME സെഗ്മെൻറ്റിലുള്ള IPO ഓപ്പൺ ആയിട്ടുള്ള 2 IPO ഉണ്ട്. സുപ്രീം പവർ എക്യുപ്മെൻറ്റ് ലിമിറ്റഡ് ആണ്, 65 രൂപയാണ് ഇഷ്യൂ പ്രൈസ്. 2000 ആണ് മാർക്കറ്റിലോട്ട്. 27 തീയതി വരെ ഓപ്പൺ ആണ്. അപ്ലൈ ചെയ്യുന്നത് നന്നായിരിക്കും. നല്ല ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ്. അതുപോലെ തന്നെ ട്രൈഡൻ ടെക് ലാബ്സ് 4000 ആണ് മാർക്കറ്റിലോട്ട്. 35 രൂപയാണ് ഇഷ്യൂ പ്രൈസ്. 27 തീയതി വരെ ഓപ്പൺ ആണ്. നല്ല ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ ചാൻസ് ഉള്ള ഒരു IPO ആണ്. NSE SME സെഗ്മെൻറ്റിലാണ്. ഇന്ന് 3 പുതിയ ലിസ്റ്റിംഗ് വരുന്നുണ്ട്. ഒന്ന് മുത്തൂറ്റ് മൈക്രോഫിനാണ്. 291 രൂപയ്ക്കാണ് അതിൻ്റെ ഇഷ്യൂ പ്രൈസ് ആയിരുന്നത്. ഒരു പക്ഷേ 30-35 രൂപ പ്രീമിയത്തിൽ ലിസ്റ്റ് ചെയ്യാനാണ് സാധ്യത കൂടുതൽ. അതുപോലെ തന്നെ മോട്ടിസൺ ജുവല്ലറിയാണ്. 56 രൂപയാണ് ഇഷ്യൂ പ്രൈസ്. 100% പ്രീമിയത്തിൽ, അതായത് ഒരു 110 രൂപ റേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത് നമ്മൾ ഗ്രേ മാർക്കറ്റ് പ്രീമിയം വെച്ച് നോക്കുമ്പോൾ. അതുപോലെ തന്നെ സൂരജ് എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സ് റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ്. അതും ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. 360 രൂപയാണ് ഇഷ്യൂ പ്രൈസ്. 15 രൂപയാണ് ഇപ്പോൾ പ്രീമിയം കാണുന്നുള്ളൂ. പക്ഷേ ഈ കമ്പനീനെ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ്. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങി വയ്ക്കാവുന്ന ഒരു സ്റ്റോക്കാണ്. ലിസ്റ്റ് ചെയ്യുമ്പോൾ 380-390 റേഞ്ചിലൊക്കെ ലിസ്റ്റ് ചെയ്യാനാണ് ചാൻസസ് കൂടുതൽ. അപ്പോൾ ഓവറോൾ നമ്മളിന്ന് മാർക്കറ്റിൽ ബെറ്റർ എക്സ്പെക്റ്റേഷൻ തന്നെയാണ്. ഇന്നടക്കം 4 ദിവസമാണ് 2023 തീർച്ചയായിട്ടും പുതിയ ഓൾ ടൈം ഹൈയിൽ സെൻസസും നിഫ്റ്റിയും ക്ലോസ് ചെയ്യുന്നുള്ള എക്സ്പെക്റ്റേഷനാണ്. ഒപ്പം ഗ്ലോബൽ മാർക്കറ്റുകളും നല്ല റെക്കോർഡ് ക്ലോസിംഗ് ആയിരിക്കും. പ്രത്യേകിച്ച് അമേരിക്കൻ മാർക്കറ്റുകൾ റെക്കോർഡ് ക്ലോസിംഗ് ആയിരിക്കും എന്നുള്ള എക്സ്പെക്റ്റേഷനൊക്കെയാണ് ഉള്ളത്. എന്നിരുന്നാലും ഹയർ ലെവലിൽ നല്ല പ്രോഫിറ്റ് ആയിരിക്കുന്ന സ്റ്റോക്കുകൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ മറക്കണ്ട. കാരണം ബൂമിംഗ് പീരീഡിലാണ് നമുക്ക് ബെറ്റർ റേറ്റ് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.